നിമിഷം എന്നാ ഇങ്ങനെ വേറെന്തൊക്കെ ഇങ്ങനെ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുന്ന കൂട്ട് ഞാൻ എന്തോ വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പോകുന്നു. നിമിഷ പരീക്ഷ എന്നാടോ ഇത്ര ടെൻഷൻ? ഇല്ല, ടെൻഷൻ ഒന്നുമില്ല. അയ്യോ, എന്നാ പറയുന്ന വലിയ ആക്ട്രസ് ആണ്, ഹീറോയിനാ, എന്നുവെച്ച് ഇങ്ങനെ പേടിക്കുന്ന എന്നാത്തിനാ? വെറുതെ നോക്കട്ടെ, കൈ നോക്കട്ടെ. തണുത്തിട്ടൊന്നുമില്ല. ഇല്ല, തണുത്തിട്ടൊന്നുമില്ല. പിന്നെന്നാ പേടിക്കാനാ? പ്രശ്നമൊന്നുമില്ല ചേച്ചി, പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു ഇങ്ങനെ. ഉണ്ടോ? ഇല്ല ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അയ്യോ, ഞാൻ ഇപ്പതേ കൂളായി. കൂൾ അല്ലേ? എടോ, താൻ ഇത്രയും പേടി ഈ ഒരു പാവം ഷോയുടെ മുന്നിലാന്നേല് താൻ ക്യാമറ എങ്ങനെയാണോ ഫേസ് ചെയ്തേ? അതെനിക്ക് അറിയില്ല, അതെനിക്ക് അഭിനയിക്കാൻ പ്രശ്നമൊന്നുമില്ല. അഭിനയിക്കാൻ പ്രശ്നമില്ല, നോർമലായിട്ട് ഇരിക്കാനാണ് പ്രശ്നം. കുറച്ച് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എല്ലാം മൊത്തം മാറ്റളഞ്ഞേ. ഓക്കെ, ഫസ്റ്റ് മൂവി തൊണ്ടി മുതലും ദൃക്സാക്ഷിയും. ഫസ്റ്റ് മൂവി തന്നെ സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് അല്ലേ? അതെ അല്ലേ? അതെ, ബലത്തിൽ പറയണോ? അതെ, അഭിമാനത്തോടെ പറയണം എന്റെ പടം ഹിറ്റാണ് എന്ന്. എന്നാ തോന്നിയെന്ന് ചോദിച്ചാ മുംബൈയിൽ നിന്നായിരുന്നു വന്നത് ആക്ച്വലി. കാരണം മുംബൈയിലാണ് ജനിച്ചു വളർന്നത്. അപ്പം സ്റ്റാർട്ടിങ്ങിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു മലയാളി ഓഡിയൻസിൻ്റെ. ഞാനും മലയാളിയാണ്, പക്ഷേ ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരിക്കുന്നു ഇച്ചിരി പേടി ഉണ്ടായിരുന്നു. പക്ഷേ പടം റിലീസായി കഴിഞ്ഞിട്ട് പിന്നെ ആ പേടിയെല്ലാം പോയി. ഫസ്റ്റ് ഡേ പോയോ കാണാൻ? ഫസ്റ്റ് ഡേ പോയി, ടീമിന്റെ കൂടെ ആയിരുന്നു. ദിലീഷ് ഏട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു, അപ്പോഴാ പോയി കണ്ടേ. അപ്പം ഈ ഒരു ആക്ട്രസ് ആയി ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇത്രയും ഒരു സെലിബ്രിറ്റീസിനെയൊക്കെ കാണുക, ഫഹദിനെ കാണുന്നു, സുരാജ് ഏട്ടൻ, എല്ലാരും അയ്യോ കാണുമ്പോ എന്നാ ചെയ്തു? ഇതേമാതിരി ഇങ്ങനെ പേടിച്ചു വരച്ചു ബാക്കിലോട്ട് നിന്നോ? ആക്ച്വലി ദിലീഷ് ഏട്ടൻ എന്ത് ചെയ്തു, 4 ദിവസം മുമ്പേ ടീമിന്റെ കൂടെ എല്ലാം കൊണ്ടുപോയി, സെറ്റിൽ കൊണ്ടുപോയി സംസാരം എല്ലായി. പക്ഷെ എനിക്ക് സുരാജ് ഏട്ടൻ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, മലയാളം അറിയത്തില്ല. അപ്പോൾ ഇവരെന്നെ ഇട്ട് പേടിപ്പിക്കും, സുരാജ് ഏട്ടൻ വരട്ടെ നിന്നെ അപ്പം ഇട്ട് കൊല്ലുമെന്ന് സുരാജ് കളിയാക്കിയെന്ന്. പക്ഷേ സുരാജ് ഏട്ടൻ വന്നു കഴിഞ്ഞിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എന്താ പറയുക, ഞാൻ തെറ്റ് പറഞ്ഞാൽ പോലും വന്ന് എനിക്ക് പറഞ്ഞു തരും, മോളെ ഇത് ഇങ്ങനെയാണ്, ഇങ്ങനെ ഉച്ചരിക്ക് എന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ അടിപൊളിയായിരുന്നു. പക്ഷെ എനിക്ക് നിമിഷയുടെ വർത്താനം കേട്ടിട്ട് മലയാളം അറിയാത്തൊരു കുട്ടിയാന്ന് തോന്നുന്നേ ഇല്ല. അല്ല, ആ സമയത്ത് ഒട്ടും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പഠിച്ചത്. നിങ്ങൾ മലയാളം ഒക്കെ വർത്താനം പറയല്ലേ? അല്ല, ആക്ച്വലി മമ്മി അച്ഛൻ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ സ്കൂൾ ലൈഫും കോളേജ് ലൈഫും ആയപ്പോൾ ഫ്രണ്ട്സും ക്ലാസ്മേറ്റ്സും പിന്നെ ട്യൂഷൻ പോകും അവിടുത്തെ. അപ്പൊ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു എല്ലാവരും. അപ്പൊ ഹിന്ദി നല്ല അച്ഛ ഓക്കെ, നമുക്ക് ഇടയിൽ ഇച്ചിരി ഒന്ന് ഹിന്ദി മറാഠി ഒന്നും വേണ്ട, അറിയില്ലല്ലേ? ദേശീയ ഭാഷ ഹിന്ദി മറ്റും വേറെ ഒന്നും. ഹിന്ദി അറിയാം നന്നായിട്ട്, പിന്നെ ഭയങ്കരമായിട്ട് ഒരു തട്ടിമുട്ടി ഇങ്ങനെ സ്ഥിരം പറയല്ലേ, थोड़ा मालूम है എന്നൊക്കെ. आता है लेकिन ग्रामर मिस्टेक जरूर होगा. वो तो चलेगा, लेकिन बोलने समझ में आता है ना जब बात करेगा. अच्छी तरह तो मलयाളം പ്രോഗ്രാം മറാഠി മത बोलने की काय करशील? അതിന്റെ ഇടയിൽ എന്തൊരു മറുഭാഷ പറഞ്ഞു? മറാഠിയാ സംസാരിച്ചേ. അത്തമ്മ മറാഠി മത बोलने की तू काय करशील? ഇത് പഠിക്കാതിരിക്കാൻ നല്ലത്. എന്നാ പറഞ്ഞേ? ഇപ്പൊ ഞാൻ മറാഠിയിൽ സംസാരിച്ച എന്ത് പറയുന്നു? എന്നാ പറയാ, മനസ്സിലാവാതെ ഉണ്ടാതിരിക്കും. എനിക്ക് കൂടുതലൊന്നും അറിയാൻ മേല. പക്ഷേ ഈ ബോംബെയിൽ പഠിച്ച് വളർന്നു, എല്ലാം ശരി, ഓക്കെ, നമ്മൾ നോർത്ത് ഇന്ത്യൻസുമായിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സഹകരിക്കുന്നതും. പക്ഷെ നമ്മൾ ബേസ് ഒരു മലയാളിയാണ്, നമ്മുടെ നാട് കേരളത്താണ്. അപ്പൊ നമ്മുടെ കേരളീയർക്ക് ഒരു തനിമയുണ്ട്, ഒരു എന്താ പറയാ, ഒരു ശാലീന സുന്ദരിയാണ്. അതൊരു പെൺകുട്ടിയെ കാണുമ്പോൾ പ്രത്യേകിച്ച് പറയും, ഒരു അച്ചടക്കം, ഒതുക്കം, ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും ഒരു പെൺകുട്ടിയിൽ നിന്നും, അല്ലേ? ഈവൻ ദോ അവിടെ പഠിച്ചു വളർന്നിട്ടും നിമിഷയ്ക്ക് അതെല്ലാം ഉണ്ട്. ആര് പറഞ്ഞു? എനിക്ക് തോന്നിയില്ല, ഇങ്ങനെ അടങ്ങിയിരിക്കുന്നതാ, എനിക്ക് തോന്നേ ഇല്ലടോ. അയ്യോ, എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഓഫ്കോഴ്സ് ആക്റ്റീവ് ആയിരിക്കും, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് എല്ലാവരും പറയുന്നത്. പക്ഷെ നല്ല കാര്യല്ലേ? നല്ല കാര്യമാണ്. പക്ഷെ അടങ്ങിയിരിക്കണ്ട എവിടേക്കെങ്കിലും. ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനെ പാറി പറന്ന് നടക്കണം, അതാണ് ഏറ്റവും നല്ല കാര്യമുള്ളൂ. അതിനകത്തൊന്നുമില്ല. പിന്നെ ഈ ബോംബെയില് വളർന്ന കുട്ടികൾക്ക് ബേസിക്കലി ഭയങ്കര ബോൾഡാണ്, ചങ്കൂറ്റത്തിനൊന്നും ഒരു കുറവുമില്ല, അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇവിടെ വന്നപ്പോൾ എന്നോട് മമ്മി പപ്പ എന്നോട് പറയുന്ന കാര്യം, നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികളാണ് അങ്ങനെയെന്നാണ് ഞാൻ കേട്ടത്. മുംബൈയുടെ പെണ്ണുങ്ങളൊന്നും അല്ല. അതെ, എന്നോട് അവര് പറയുന്ന കാര്യങ്ങളാണ്. ഇവിടത്തെ പെണ്ണുങ്ങളാണ് ഒന്ന് എന്തെങ്കിലും പറഞ്ഞ ഒന്ന് പൊട്ടിക്കാൻ ധൈര്യമുള്ള പെണ്ണുങ്ങൾ കേരളത്തിലാണ്. അതത്രേ ഉള്ളൂ. പിന്നെ മുന്നും പിന്നെ ഒന്നും നോക്കില്ല. അതന്നെ, മലയാളി പെണ്ണുങ്ങൾ അടിപൊളി. എനിക്കൊന്നൊരു അഭിമാനം ഉണ്ടല്ലേ നമ്മുടെ മലയാളികളെ കുറിച്ച്. അത് അച്ഛനും അമ്മയ്ക്കും ഈ പറഞ്ഞ പോലെ ബേസിക്കലി മലയാളിയാണ്, രണ്ടുപേരും ഇവിടെയാണ്.
അപ്പൊ മലയാളികളെ വിട്ടുകൊടുക്കത്തില്ല ബോംബെയിലാണെങ്കിൽ പോലും. അല്ല പപ്പയാണെങ്കിൽ പോലും ഞങ്ങളിപ്പോ ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ കുഞ്ഞായിരുന്നപ്പോ ഞങ്ങൾ അവിടെ ഇപ്പോഴാണെങ്കിൽ പോലും ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ വെച്ചാൽ പപ്പ എഴുന്നേറ്റിട്ട് പോകും. പപ്പ സ്ക്രീനിൽ ലാലേട്ടൻ മമ്മൂക്കേനെ കണ്ടാൽ മാത്രമേ ക്ലാപ്പ് അടിക്കത്തുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ് പപ്പ. തനി മലയാളി. ഞങ്ങളിപ്പോ ജീൻസും ഇങ്ങനെ സൽവാർ ഇട്ടിട്ട് പപ്പയുടെ മുമ്പിൽ പോയാൽ മൈൻഡ് ചെയ്യില്ല. പക്ഷെ സെറ്റ് സാരി കൊടുത്ത് ചന്ദനക്കുറിയെല്ലാം തൊട്ട് മുല്ലപ്പൂ വെച്ച പപ്പ പറയും നല്ല ഭംഗിയുണ്ട്. അല്ല ചേച്ചി ഉണ്ട്. ചേച്ചി വർക്ക് ചെയ്യാ പൂനെയില്. ഓക്കെ. ഇപ്പം അച്ഛൻ ഭയങ്കര എന്താ പറയാ, നിങ്ങള് ജീൻസും ടോപ്പ് ഇട്ടിട്ട് വന്നാൽ അച്ഛൻ ഇഷ്ടമല്ല, നോക്കാൻ അപ്രിഷിയേഷൻ ഒന്നുമില്ല. അങ്ങനെയല്ല, നോക്കുക കൊള്ളാം, നമ്മള് പപ്പ എങ്ങനെയുണ്ട് കൊള്ളാം, അത്രേ ഉള്ളൂ. മറ്റേതാണെങ്കിൽ അച്ഛന് അടിപൊളിയാണ്, ഫോട്ടോസ് എല്ലാം എടുത്തു തരും നമുക്ക്. കുറച്ച് എൻകറേജ്മെന്റ് കൂടുതലാണ്. ഓക്കെ. അപ്പൊ നിമിഷയ്ക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടം? ഇല്ല, ഇഷ്ടമല്ല. എനിക്ക് സാരി ഉടുത്ത് പറയാൻ പോലെ മുല്ലപ്പൂ ചൂടി ചന്ദനക്കുറിയെല്ലാം ഇടാൻ ഇഷ്ടമാണ്. അങ്ങനെ ഒഴുങ്ങാൻ ഇഷ്ടമല്ല. മേക്കപ്പ് അങ്ങനെ വലിയ കമ്മല അങ്ങനത്തെ ഒരു ആഗ്രഹം. എന്നാ ഒരു കാര്യം പറയട്ടെ, ഒരു സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ ഇതൊക്കെ പാർട്ട് ഓഫ് ദ ഇതാണ് ചെയ്യണ്ടേ? ചേച്ചി, ഞാൻ എൻ്റെ പേഴ്സണൽ ഫീലിംഗ് പറയാണ്. എന്നെ നിങ്ങൾ സ്ക്രീനിൽ കണ്ട് സന്തോഷിച്ചാൽ മതി, ബാക്കി എൻ്റെ പേഴ്സണൽ ലൈഫ് അല്ലേ. സെലിബ്രിറ്റി ആയിട്ട് ഞാൻ അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ ആവാൻ. അങ്ങനെ താല്പര്യമില്ല. ഓക്കെ. സെലിബ്രിറ്റി ആയിട്ട് ഭയങ്കര ഫെയിം ആയിട്ട് നടക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ പാർട്ട് ഓഫ് ദ ലൈഫാണ്, അത് മിസ്സായി പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നും. അപ്പൊ ഇപ്പൊ അടിപൊളിയാണ് എൻ്റെ ലൈഫ്. ഇപ്പൊ ഇത്ര സിനിമ ചെയ്തിട്ട് പോലും ഞാൻ ലുലുലു പോയിട്ട് ഓഡിയൻസിന്റെ കൂടെ ഇരുന്നിട്ട് സിനിമ കാണും. ആർക്കും പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല. റെക്കഗ്നൈസ് ചെയ്യും. അടുത്ത് വന്നിട്ട് ചേച്ചി നന്നായിട്ട് ഉണ്ട് ചേച്ചി, അടുത്ത സിനിമ ഏതാന്ന് ചോദിക്കുമ്പോൾ അപ്പൊ എനിക്ക് ആ ലൈഫാണ് ഇഷ്ടം എപ്പോഴും. അതെ, എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാളായി മിങ്കിളായിരിക്കുന്നത് അടിപൊളിയാ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഇത്രയും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയതുകൊണ്ടായിരിക്കും നാട്ടുകാരെല്ലാം കൂടെ ഭയങ്കരമായിട്ട് നിമിഷം ഏറ്റെടുത്തു. ഡൗൺ ടു എർത്ത് ഒന്നും അല്ല, എന്താ പറയുന്നേ. അല്ല ബട്ട് സ്റ്റിൽ അല്ലേ, എനിക്കിപ്പോ വർത്താനം പറയുമ്പോ പോലും തോന്നുന്നുണ്ടോ അയ്യോ തന്റെ നല്ല ക്വാളിറ്റീസ് ഒന്നും താൻ തന്നെ സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ല. എങ്ങനെയാണോ ഈ ഓഫർ കിട്ടിയേ? ഏതത്തോണയോ എങ്ങനെയാ കിട്ടിയേ? അത് ഓഡിഷൻ കാസ്റ്റിംഗ് കോള് കണ്ടു. അപ്പോൾ ഫോട്ടോസ് എല്ലാം അയച്ചു. അപ്പോൾ ദിലീഷേട്ടൻ ഫോട്ടോസ് എനിക്ക് തോന്നുന്നു കണ്ടിട്ട് അവരെന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ എൻ്റർ ചെയ്തപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി ചിരിക്കുന്നു തന്നെ. അപ്പോൾ ഞാൻ വെച്ചു ആ ദൈവമേ സെലക്ട് ആയോ എന്ന് തോന്നലുണ്ടെന്ന്. അപ്പോൾ ദിലീഷേട്ടൻ പറഞ്ഞു നിമിഷനെ കുറിച്ചൊന്ന് പറയുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പം ഹാഫിൽ ബ്രേക്ക് ചെയ്തിട്ട് എന്നോട് ചോദിച്ചു മലയാളി അല്ലേന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മലയാളിയാണ്, പക്ഷേ മുംബൈയിലാണ് ജനിച്ചു വളർന്നത്, അപ്പോൾ മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ലെന്ന്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും ചിരി അങ്ങ് പോയി. ഞാൻ ദൈവം പിന്നെയും പോയോ, അത് സാരമില്ല. അപ്പം കുറച്ച് സീൻസ് എല്ലാം ചെയ്യിപ്പിച്ച് നോക്കി. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു മോളെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, നല്ല അഭിനയം ഒക്കെയാണ്, പക്ഷേ മോളെ ഞങ്ങൾക്കൊരു മലയാളം അറിയാവുന്ന കുട്ടീനെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞാൻ വേറെ ഡയറക്ടേഴ്സിനെയൊക്കെ പറയാം, ഇത് സിങ് സൗണ്ട്. അപ്പം ഞാൻ എടുത്ത വായിൽ ചോദിച്ചു ഇതെന്നാണ് ഇവിടെ സിങ് സൗണ്ടായി എനിക്ക് അഭിനയിക്കാൻ പറ്റൂലേ എന്ന്. അപ്പം ചിരിച്ചു, ഒന്നും പറഞ്ഞില്ല ദിലീഷേട്ടൻ. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കോൾ വന്നേ, ഫ്രീ ആണെങ്കിൽ ഒന്ന് വരാമെന്ന്. പിന്നെ ഞങ്ങൾ ലുക്ക് ടെസ്റ്റ് എല്ലാം നടത്തി. 3ാമത്തെ റൗണ്ടിലാണ് അയ്യോ സിലക്ട് ആയെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് കേൾക്കണ്ടേന്ന് ചോദിച്ചു. അപ്പോഴാണ് അയ്യോ സിലക്ട് ആയി. ഹാപ്പിയായി. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഫിലിം സ്റ്റാർ ആവണം എന്ന് ആഗ്രഹമുണ്ട്. സിനിമകൾ ചെയ്യണം, നല്ല സിനിമകൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. അപ്പൊ ആക്ട്രസ് ആവണം എന്നുണ്ട് ഒരു എയിം? കുഞ്ഞുനാൾ മുതലേ ഇഷ്ടം? കുഞ്ഞുനാൾ തൊട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ബോയ്ക്കട്ടായിരുന്നു. ഞാൻ 7th വരെ ബോയ്ക്കട്ടായിരുന്നു. ചെക്കന്മാരല്ല ലൂസ് ടീഷർട്ടും ജീൻസും ഇട്ട് നടക്കും. അപ്പം മുംബൈയിൽ അന്ധേരി ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓഡീഷൻസ് എല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോവായിരുന്നു മമ്മി എന്നെ കൂട്ടിയിട്ട്. പക്ഷെ ബോയ്ക്കട്ട് ആയതുകൊണ്ട് മനസ്സിലാവത്തില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ഇപ്പൊ കുറച്ച് നാളേ ഉള്ളൂ ഈ ചേഞ്ച് ആയിട്ട്. എടോ ബോംബെയിൽ താമസിച്ച താന് ഹിന്ദിയിലൊക്കെ ചാൻസ് നോക്കാതെ മലയാളത്തിലാ ഫസ്റ്റ്? ഞാൻ പറഞ്ഞില്ലല്ലോ ലാലേട്ടൻ മമ്മൂക്കനെ കണ്ടാലേ പപ്പ കൈയടിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ കൈയടിക്കൂല. അല്ല അവിടെ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് കൂടും എന്ന് പറയും, ഈവൻ ആഡ്സ് ചെയ്യാനും. ഇപ്പൊ ചേച്ചി കുറച്ചു നേരം മുമ്പ് മലയാളി തനിമ ആ ലുക്ക്, അപ്പൊ എനിക്കറിയാം എനിക്ക് മലയാള സിനിമ മതി. അത് ഓക്കെ, അത് ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, ഇല്ലാന്നല്ല. പക്ഷെ എന്നാലും ഞാൻ പറയല്ലോ ബോൺ ആൻഡ് ബോട്ട് ഇൻ ബോംബെ. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ താൻ ഇതിന് മുന്നേ മോഡലിംഗ് ആഡ്സ് ഒക്കെ ചെയ്യാനായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുമ്പേ കമേഴ്ഷ്യൽ ആഡ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സിനിമയിൽ വന്നത്. പക്ഷെ എന്റെ എപ്പോഴത്തെ ഒരു ആഗ്രഹം ഇവിടുത്തെ സിനിമയിൽ അഭിനയിക്കണം എന്ന് തന്നെയായിരുന്നു. ഓക്കെ. മമ്മൂട്ടി മോഹൻലാലിനെ ഒക്കെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന അച്ഛൻ മോളെ ഫിലിമിൽ കണ്ടപ്പോ എന്നാ പറഞ്ഞു? പപ്പ മമ്മി അങ്ങനെ ആരും അങ്ങനെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല അവര്. ഇപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കും ചിലപ്പോ അതുകൊണ്ട് അല്ല, അതുകൊണ്ട് അല്ല, പപ്പ പറഞ്ഞ കാര്യം ആദ്യമായിട്ട് ചെയ്തു, നന്നായിട്ട് ചെയ്തു, പിന്നെ ഇത്ര നല്ല ടീമായിരുന്നു. അപ്പൊ പപ്പ ഹാപ്പിയാണ്. അവരിൽ അങ്ങനെ ഒരു മാറ്റമൊന്നും വന്നിട്ടില്ല. എന്നെ മൈൻഡ് ഒന്നും ചെയ്യാറില്ല അവര്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഒരു വലിയ സ്റ്റാർ ആയില്ല. ഒരു മൈൻഡും ഇല്ല അവർക്ക്. ചേച്ചി ആയാലും നമ്മളിപ്പോൾ ചേച്ചി മമ്മിയുടെ കൂടെ ഒക്കെ നമ്മളിപ്പോൾ ചിലപ്പോഴൊക്കെ വാശിയൊക്കെ കാണിക്കില്ല. അപ്പം നിത്യേച്ചിയും മമ്മിയൊക്കെ പറയും ഇവിടെ ക്യാമറ ഇല്ല അതുകൊണ്ട് നീ അഭിനയിക്കേണ്ടെന്ന്. അപ്പൊ അവരങ്ങനെയാണ്. കുഞ്ഞുനാളും പോലെ ഭയങ്കര ചട്ടമ്പിയായിരുന്നു.
അയ്യോ ഭയങ്കര ചട്ടമ്പിയായിരുന്നു. ഹൈപ്പർ ആക്റ്റീവ്. ഹൈപ്പർ ആക്റ്റീവ് ആണ്. അത് ഇപ്പോഴും എന്നോട് ഞാൻ വർക്ക് ചെയ്യുന്ന ടീമായാൽ പോലും എല്ലാവരും പറയുന്ന കാര്യം ഹൈപ്പർ ആക്റ്റീവ് ആണ്. അത് നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. പക്ഷെ ഡയറക്ടർ ആണെങ്കിലും നോക്കണ്ടേ എന്നെ. അല്ല, അപ്പൊ ഈ ഫിലിമിലേക്ക് അഭിനയിക്കാൻ വരുമ്പോ മുന്നിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും? പ്രിപ്പറേഷൻസ് എന്നോട് ദിലീഷേട്ടൻ കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു സൽവാർ തന്നിട്ടുണ്ടായിരുന്നു. അത് ഉടുത്തിട്ട് ഒന്ന് എന്നോട് നോർമൽ ആൾക്കാരായിട്ട് ബസ്സിലൊക്കെ കയറി ട്രാവൽ ചെയ്യാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തവണക്കടവ് എന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് എന്നോട് പറഞ്ഞു അവിടുത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യും. അവരുടെ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ മുംബൈയിൽ നിന്ന് വന്നപ്പോൾ സാധാരണ ആൾക്കാർ അവരുടെ നടത്ത പെണ്ണുങ്ങളുടെ മാനറിസം ഒക്കെ കണ്ട് അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ്, രീതികൾ എങ്ങനെയാണെന്നെല്ലാം അറിയാം. അപ്പോൾ ഒരു ദിവസം എന്നെ അവിടെ വിട്ടു കറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി തട്ടുദോശ എല്ലാം കഴിച്ച് പുട്ടെല്ലാം കഴിച്ച് അപ്പൊ അവിടെ അപ്പൂപ്പന്മാരൊക്കെ ഇല്ല. അപ്പൊ അവരോടെല്ലാം സംസാരിച്ച് ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിന്ന് കുറച്ചു നേരം നോക്കി പിന്നെ തിരിച്ചു. ഓക്കെ, ഈ ഇത്രയും പഠിച്ചു ഹോംവർക്ക് ഒക്കെ ചെയ്തു. അപ്പൊ അതിൽ നിന്നും നിമിഷ പഠിച്ച കുറെ നല്ല കാര്യങ്ങൾ എന്താ? ഇതൊക്കെ ഞാൻ അവിടെ ചെയ്യാം ഇവിടെ ചെയ്യാം. അങ്ങനെ ക്യാരക്ടറുമായിട്ട് നോക്കിയില്ല, ഒന്നും ചെയ്തു. അങ്ങനെ എന്നോട് പഠിക്കാനല്ല പറഞ്ഞു. എന്നോട് ജസ്റ്റ് പറഞ്ഞു ആൾക്കാരെ ഒബ്സർവ് ചെയ്യാൻ, അവിടുത്തെ രീതികൾ എങ്ങനെയാണ്, ജസ്റ്റ് അത്ര ഒന്നും. അത് ക്യാരക്ടറായിട്ട് ഒന്നുമില്ല. ക്യാരക്ടറായിട്ട് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. എന്റെ ക്യാരക്ടറിന് എന്താ വേണ്ടത് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. ഇല്ല. അപ്പൊ ക്യാരക്ടർ എപ്പോഴാണ് മനസ്സിലാക്കിയത്? ക്യാരക്ടർ ഇന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? അല്ല, അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. നിമിഷം ഇതാണ് ശ്രീജ. പക്ഷെ വേറൊരു കുട്ടീനെ ഒബ്സർവ് ചെയ്തിട്ട് ഇത് ഞാൻ ആവണം എന്ന് തോന്നിയിട്ടില്ലായിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടല്ല ഞാൻ ചോദിച്ചത്, ഏതെങ്കിലും ഒരു മാനറിസം. അതെന്താന്ന് പറയാം, നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ചേച്ചി അഭിനയിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡിലായിരിക്കും ഇതെല്ലാം ഇരിക്കുന്നത്. ചിലപ്പോ ഒക്കെ അറിയാതെ ചെയ്തു പോകും. ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് അയ്യോ ഇത് ദൈവം ഇത് ഞാനാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം ഒരു സിമിലാരിറ്റി ഒന്നും ഇല്ല. ഓക്കെ, അപ്പം ആ ക്യാരക്ടറിലേക്ക് ഫുള്ളി ഇൻവോൾവ് ആയിരുന്നു. ഈ ക്യാമറയുടെ മുമ്പിൽ. അപ്പൊ ഈ സിനിമ കണ്ടപ്പോ തന്റെ പ്ലസ് മൈനസും തനിക്ക് തോന്നിയ എന്താ? ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇത് അയ്യോ ഇതിങ്ങനെ ആയോ, അല്ലെങ്കിൽ അത് ഞാൻ നന്നായി ചെയ്തു? എനിക്ക് അങ്ങനെ നന്നായി ചെയ്തെന്നൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് നന്നാക്കണം എന്നും തോന്നിയിട്ടില്ലായിരുന്നു ശ്രീജയ്ക്ക് വേണ്ടിയിട്ട്. അത്ര മതി. അത്ര മതി. ശ്രീജ അതാണ്. നിമിഷമായിട്ട് എനിക്ക് ഒരു പോയിന്റിലും തോന്നിയിട്ടില്ല. അപ്പം എനിക്ക് മനസ്സിലായി അത് ശ്രീജയാണ്. ഒരു പുതിയ ഫീൽഡിലേക്ക് കയറുവാണ്. അപ്പൊ പപ്പായും മമ്മി എന്നാ അഡ്വൈസസ് ഒക്കെ തരുന്നേ? അല്ല, ആദ്യം ഇപ്പൊ ഞാൻ നോക്കിയപ്പോൾ ചില ഫ്രണ്ട്സ് ഒക്കെ അവരും സപ്പോർട്ടീവായിരുന്നു. പക്ഷെ അവർ പറയും എത്ര നല്ല പേരൻസാണ് കിട്ടിയേക്കുന്നേ. ഇപ്പം പപ്പ എഞ്ചിനീയറാണ്, മമ്മി മെഡിക്കൽ ഫീൽഡിലാണ്. അപ്പോൾ അവരുടെ അങ്ങനത്തെ ഒരു ഇത് ഇല്ലായിരുന്നു എനിക്ക്. മോൾ ഇത് തന്നെ ചെയ്യണം, എഞ്ചിനീയർ ചെയ്യണം, അയ്യോ ഒട്ടും ഇല്ല. ഞാൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. പിന്നെ എപ്പോഴും എനിക്ക് അവരുടെ സപ്പോർട്ട് ഉണ്ട്. എനിക്കറിയാം ഞാനിപ്പോൾ എവിടെ പോയാലും മമ്മി കൂടെ ഉണ്ട്. എല്ലാ കാര്യങ്ങളിലും മമ്മി സപ്പോർട്ട് ചെയ്യും, ചേച്ചി സപ്പോർട്ട് ചെയ്യും, എൻ്റെ റിലേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യും, ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ്. അപ്പം ഇനി ഈ ഫിലിമിലെല്ലാം റിലീസായി, നിങ്ങൾ ബോംബെയിൽ വളർന്നു, റിലേറ്റീവ്സ് ഒക്കെ നാട്ടിലായിരിക്കും. അതെ അതെ. അവരുടെ കമന്റ്സ് ഒക്കെ എന്നായിരുന്നു? അതെ, ഞാൻ പറഞ്ഞു ആർക്കും അങ്ങനത്തെ ഒരു മാറ്റം പറഞ്ഞില്ല. അവര് പറയുന്ന കാര്യം നല്ല സിനിമയാണ് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവരങ്ങനെ കൂടുതൽ വന്നിട്ട് അങ്ങനത്തെ പാമ്പർ ചെയ്യുക അങ്ങനെ ഒന്നുമില്ല. ഒരു മാറ്റം നിമിഷ തന്നെ എല്ലാവർക്കും അത് അത്രേ ഉള്ളൂ. കുഞ്ഞുനാള് പോലെ കണ്ട ആ നിമിഷ തന്നെ ഞങ്ങൾക്ക്. എന്നോട് അവരിങ്ങനെ പറയും വല്ല മാറ്റം വന്നാ ഇടി തരും. അത് ഉറപ്പാണ്. വീട്ടുകാർ മാത്രമല്ല നാട്ടുകാരും. നിമിഷം എന്നാന്നുള്ളതെല്ലാം നമ്മുടെ നാട്ടുകാർക്ക് മനസ്സിലായി കഴിഞ്ഞു.